ഭിന്നശേഷി ദിനത്തിൽ പരിചയപ്പെടാം ജനകീയനായ അശോകനെ. പോളിയോ ബാധിച്ച് ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ട വാടാനംകുറിശി റെഡ് ഗേറ്റ് സ്വദേശി അശോകൻ 1/4 നൂറ്റാണ്ടോളമായി ഓട്ടോ തൊഴിലാളിയാണ്. ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന അശോകനും ജനകീയൻ ഓട്ടോറിക്ഷയും ഷൊർണൂരിന് സുപരിചിതം. ചെറുപ്പത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകൻ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു. അങ്ങനെ ഒരു കാൽ തളരുകയായിരുന്നു. ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വാടാനംകുറിശി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തൻ്റെ 17-ാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി. ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു. ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് 1996-ൽ ഒരു ഓട്ടോ വാങ്ങി. ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു. രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോയും പാഞ്ഞെത്തും. ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ പേരിട്ടു ജനകീയൻ. ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം, പിന്നെ വണ്ടികളുള്ള ക്രൈസ്, അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡുകൾ ബാനറുകൾ എഴുത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്ത്. ഈ ജീവിതമാർഗ്ഗമാണ് പ്രധാനം എന്ന് കണ്ടെത്തി. ഓട്ടോറിക്ഷയോടുള്ള ഇഷ്ടം കൂടിയാണായിരുന്നു. ഓട്ടോ വാങ്ങുന്നതിൻ്റെ PMRY ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത്. പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ് അത് കൂടുതൽ പ്രചോദനമായി. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. അല്ല, ഒരു ജനകീയ മുഖം, അത് വണ്ടി വിളിക്കണവരും നമ്മളുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയതാണ്. അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകൻ്റേത്. ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും. കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചിത്രം വരയ്ക്കുന്ന പതിവുമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനം ഉള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കലാണ് അശോകൻ്റെ അടുത്ത ലക്ഷ്യം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.